ഒരാളുടെ ധാർമ്മികമായ അടിത്തറയ്ക്ക് മോറൽ ഫൗണ്ടേഷൻ ദൈവത്തിലുള്ള വിശ്വാസം എത്രത്തോളം അനിവാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുന്നു? ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും, ആധുനിക സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ കൺസെപ്റ്റ് അനുസരിച്ച് മാറി വരുന്നുണ്ട്. പല വിഷയങ്ങളും അങ്ങനെയാണ്, ആളുകളുടെ കൺസെപ്റ്റ് അനുസരിച്ച് മാറി വരികയാണ്. മുമ്പ് കാലഘട്ടത്തിൽ സ്വവർഗ ലൈംഗികത എന്നൊക്കെ പറയുന്നത് വളരെ മോശമായി കണ്ടിട്ടുണ്ടായിരുന്ന വിഭാഗമായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു പുരോഗമനമായി അവതരിപ്പിക്കപ്പെടുന്നു. നമ്മളതിനെ എതിർക്കുന്നതാണ്. ഒരു പുരോഗമനമായി അവതരിപ്പിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് പറഞ്ഞു തരേണ്ടത് ആരാ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് പറഞ്ഞു തരേണ്ടത് ആരാ? ആ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നന്മ ഏത് തിന്മ ഏത് എന്ന് കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാതൃകയും നമുക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യൻ സ്വന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെയാകുന്ന സമയത്ത് അവൻ ചിന്തിച്ചെടുത്തിട്ടുള്ള തീരുമാനങ്ങളെ മാറ്റേണ്ടി വരും. ഒരൊറ്റ ഉദാഹരണം പറയാം. മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ചൈന, നമ്മളുടെ തൊട്ടടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഈ ചൈനയിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു. ഒറ്റക്കുട്ടി നയവും ഇരട്ടക്കുട്ടി നയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിഭാഗം, ഒരു കൺസെപ്റ്റും, ഒരാൾക്ക് 2 കുട്ടികൾ വരെ പോകാം എന്നുള്ളൊരു കൺസെപ്റ്റും. ഇപ്പം സംഭവിക്കുന്നത് അവരാ നിയമത്തെ മാറ്റുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന വൃദ്ധന്മാർ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രായമായവർ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പ്രായം കുറഞ്ഞു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ സന്താന നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള അവരുടെ പോളിസി ആയിരുന്നു അതിന് കാരണമായി വന്നിട്ടുണ്ടായത്. ഞാനത് പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? നമ്മൾ ഒരു പ്രസൻറ്റിനെ അല്ലെങ്കിൽ പാസ്റ്റിൽ വന്നിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുമ്പോൾ ഭാവിയിൽ അത് മിക്കവാറും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലവും ഇപ്പോഴത്തെ കാലവും ഇനി വരാൻ പോകുന്ന കാലവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു വളരെ കൃത്യമായി ധാർമ്മികതയുടെ അടിത്തറ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അവന് പരലോകത്തിൽ അത് കാണാം. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവന് പരലോകത്തിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്ലഷർ മാത്രമാണ്. എനിക്കതിൽ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. ഞാൻ റോഡിലൂടെ ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ വാഹനം ഇടിച്ച് കിടക്കുന്നുണ്ട്. ആ വാഹനം ഇടിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയാളെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് എടുക്കേണ്ടതില്ല. അതെൻ്റെ ധാർമ്മികതയിൽ ഞാൻ തൂക്കി നോക്കുന്ന സമയത്ത് അത് നേരെ വിപരീതമായി വരും. അയാളുടെ ജീവൻ പൊയ്ക്കോട്ടെന്ന് വിചാരിക്കും. ഈ അടുത്ത കാലത്ത് വൃദ്ധന്മാരുമായി ബന്ധപ്പെട്ടൊരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് പറയുന്നത്? വാർദ്ധക്യത്തിലുള്ള ഉമ്മയാണ് ഉപ്പയാണെങ്കിൽ പോലും അവരോട് ചേ എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കരുതെന്നാണ് ഖുർആൻ പറയുന്നത്. ഉഫിൻ എന്നുള്ള വാക്കിന് ചെറുതായി നൽകിയിട്ടുള്ള അർത്ഥമാണ് ചേ എന്നുള്ളത്. ഏറ്റവും ചെറിയ അർത്ഥമാണ് ചേ എന്നുള്ളത്. പക്ഷേ ധാർമ്മികത കൈവിടുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2023 വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അസിസ്റ്റഡ് സൂയിസൈഡിനെ കുറിച്ചിട്ട്. അതായത് വീടിനകത്തുള്ള പ്രായമായ ഒരാൾ അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് എങ്കിൽ അയാളെ അസിസ്റ്റഡ് സൂയിസൈഡിന് സഹായിക്കണം എന്നാണ്. അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാവധം എന്നുള്ളതാണ്. അയാൾ അങ്ങനെ ജീവിക്കേണ്ട, അന്തസ്സുള്ള മരണം കൊടുക്കണം എന്നാണ് പത്രമാധ്യമങ്ങൾ അതിന് നൽകിയിട്ടുള്ള പേര്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊന്നുകളയാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അവരെ പരിചരിക്കുന്നതിലൂടെ കൃത്യമായ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കും. അതോടൊപ്പം തന്നെ അബോർഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ലൈഫ് വേണോ ചോയ്സ് വേണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചോയ്സാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഈ കാലഘട്ടത്തിലെ ധാർമ്മികത പറയുന്നത്. എന്നാൽ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും പറയുന്നത് നിങ്ങളുടെ ചോയ്സിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ലൈഫിന് കൂടുതലായിട്ടും ഒരു ജീവന് കൂടുതലായിട്ടും പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴുള്ള ധാർമ്മികമായ സംഗതികളെല്ലാം തിരിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ അത് മനുഷ്യന് ഉപദ്രവകരമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും പരിശുദ്ധ ഇസ്ലാം മുമ്പ് വെച്ചിട്ടുള്ള എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ള ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളെ നമ്മൾ പിടിച്ചു വെക്കുന്ന സമയത്ത് മാത്രമാണ് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് വിവക്ഷിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. കാഴ്ചക്കും കേൾവിക്കും
ചിന്തകൾക്കുമെല്ലാം പരിമിതി ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആ പരിമിതമായ ബുദ്ധി വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഒരു ധാർമ്മികത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിന് ദൈവികമായ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ സന്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ധാർമ്മികത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ധാർമ്മികതയെക്കുറിച്ച്, ആ ധാർമ്മികതയുടെ മൂല്യത്തെക്കുറിച്ച് അറബിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാംസ്കാരികമായി അങ്ങേയറ്റം പ്രയാസപ്പെട്ടുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് സാംസ്കാരിക ഔന്നിത്യത്തിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ ഖുർആനാണ് നമ്മളുടെ ധാർമ്മികത എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രയാസങ്ങളും തീരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.